നെക്സ്റ്റ് നമുക്ക് വരുന്നുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിവൈൻ ടെസ്റ്റാണ് വരാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സൈക്കിൾസിന് ശേഷം, ഈ ഒരു ബ്ലഡ് മൂണിന് ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ലൈഫിൽ ഫുൾ കാർമിക് സെൻറ്റർ ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫുൾ കാർമിക് സെൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് ആവുന്നത് പെട്ടെന്ന് ഇത്രയും കാർമിക് സെൻറ്റർ ലൈഫിലേക്ക് എൻ്റർ ആയിട്ടുള്ളത്. പൊതുവേ എല്ലാ ഫുൾ മൂൺസിലും ഇത് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മൂൺസിൻ്റെ ആ ഒരു എനർജിയിൽ മിക്ക ആ ഒരു ഷിഫ്റ്റ്, ആ ഒരു 1-2 ആ ഒരു ടൈമിലൊക്കെ മൂൺസിന് ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പൊക്കെ നിങ്ങൾക്ക് കാർമിക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആവുന്നുണ്ടാവും. അത് നിങ്ങളുടെ ഒരു ഡിവൈൻ ടെസ്റ്റാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഈ ഒരു ജേർണിയെ ചൂസ് ചെയ്യുന്നോ അതോ നിങ്ങൾ ആ ഒരു കാർമിക്സിനെ ചൂസ് ചെയ്യുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാർമിക്സ് വന്നാലും നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ മീനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരയിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം, നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മെയിനായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിം പാറ്റേൺസ് റിപ്പീറ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളൊരു സൈക്കിളിൽ കൂടി ആയിരിക്കും റീസെൻ്റായിട്ട് നിങ്ങൾ ഒരു വിധത്തിലായിരിക്കും ഒരു സൈക്കിൾ ഫേസ് ചെയ്ത് വന്നത്, പാസ്റ്റ് സൈക്കിൾസ്. അപ്പോൾ ആ ഒരു സൈക്കിൾസിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാസ് ക്രിയേറ്റഡ് വാട്ട് കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവാം. എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അതൊരു സൈക്കിളാണ്. ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്തത് ഒരു വിധത്തിലായിരിക്കും നിങ്ങൾ തരണം ചെയ്ത് നെക്സ്റ്റ് സൈക്കിളിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്ന കാർമിക്സ് ആരാണെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് റോൾസ് ഇല്ല. മെയിനായിട്ടും നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഡിവൈനായിട്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ട്രാപ്പ് ആവുന്ന ഏത് സിറ്റുവേഷനിലാണ് ആ ഒരു സിറ്റുവേഷൻസിനെ വെച്ചിട്ടായിരിക്കും ഡിവൈൻ ടെസ്റ്റ് ഇടുന്നുള്ളത്. നിങ്ങൾക്ക് ഫെയിൽ ആയെന്ന് ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺസ് റിപ്പീറ്റ് ആവുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ മേജർ ചേഞ്ചസ് വരുന്നുണ്ടാവും. നിങ്ങളുടെ ടിൻ ഫ്ലെയിം ഫസ്റ്റിൽ തന്നെ ചേഞ്ചസ് കാണിക്കുന്നുണ്ടാവും. ടിൻ ഫ്ലെയിമും സെയിം സൈക്കിളിലേക്ക് ബാക്കിൽ പോകുന്നുണ്ടാവും. നിങ്ങളുടെ ജേണി ഇപ്പോൾ കുറച്ചൊന്ന് ഒരു ബെറ്റർ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ആയിട്ടുള്ള റിട്രോഗ്രേഡ്, നമുക്ക് പറയാം റിട്രോഗ്രേഡിൻ്റെ എനർജി നടക്കുകയാണ്, എല്ലാം തല തിരിഞ്ഞ് വരുന്നുണ്ടാവും. സോ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ജേണിയിൽ വളരെ ടാസ്ക് വോക്സ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ടും ടയേർഡായിട്ടിരിക്കുകയാണ്. എല്ലാ ട്വിൻ ഫ്ലെയിംസിൻ്റെ പുറകെ ഓടി എനിക്ക് നന്നായിട്ട് അറിയാതെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പരീക്ഷണത്തിൽ വീഴാതിരിക്കുക. സ്റ്റേബിൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡിവൈൻ ഫെമിനൻ മസ്കുലൻ എനർജിയെ ബാലൻസ് ചെയ്യുക. ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഡിവൈൻ ഫെമിനൻ മസ്കുലൻ എനർജി ബാലൻസിങ് മെഡിറ്റേഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ബാലൻസ് ആവാൻ എനിക്ക് ഡിവൈൻ ഗൈഡൻസ് റിസീവ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു ടെസ്റ്റായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളത്. സോ നിങ്ങൾ സെയിം ഈ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുക. അതാണ് മെയിൻ കാര്യം. നിങ്ങൾക്ക് സെയിം ലൂപ്പ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. നിങ്ങൾ അതിന് പഠിച്ചിട്ടില്ല. ഒരു സൈക്കിളിൽ നിന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സൈക്കിൾ വീണ്ടും സ്റ്റാർട്ടും. ആ പാടെ കുറച്ച് സൈക്കിൾസ് ആണ് നമുക്കുള്ളത് ജേണിയിൽ. പക്ഷേ ടഫ് ആണ്. സെയിം സൈക്കിൾ റിപ്പീറ്റ് ആകാതെ സൂക്ഷിക്കുക. താങ്ക് യു.